ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് സേവിങ് ഫംഗ്ഷനും കൺസംഷൻ ഫംഗ്ഷനും ആയിരുന്നു കേട്ടോ. അപ്പോൾ എക്കണോമിക് ഫംഗ്ഷനിൽ വരുന്ന നെക്സ്റ്റ് ഫംഗ്ഷനാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു ഗിവൺ ഔട്ട്പുട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു അല്ലേ? എ ഗിവൺ ഔട്ട്പുട്ട് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് മെനി ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷനാണ്, അതായത് ഇൻപുട്സ് ആണ്. അപ്പോൾ നമ്മൾ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദ ഔട്ട്പുട്ട് ദസ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻപുട്സ്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടിനെ നമുക്ക് ഫങ്ഷൻ ഓഫ് ഇൻപുട്സ് എന്ന് പറയാം. ഔട്ട്പുട്ടിനെ നമുക്ക് ഫങ്ഷൻ ഓഫ് ഇൻപുട്സ് എന്ന് പറയാം. ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എക്സ്പ്രസസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ് കാണിക്കുന്നത്? ഇറ്റ് എക്സ്പ്രസസ് ദി ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്. മാത്തമാറ്റിക്കൽ ഫോർമാറ്റിൽ നമ്മൾ എഴുതുമ്പോൾ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എഴുതുമ്പോൾ Q ഈസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് LKRNT. അതായത് Q എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ്, L ലേബർ, K ക്യാപിറ്റൽ, R റോ മെറ്റീരിയൽ, N ലാൻഡ്. ഓക്കെ. In its most general mathematical form, a production function is expressed as Q is equal to function of x1, x2, x3, etc. Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, എക്സ് എന്ന് പറയുന്നത് x1, x2, x3 എന്ന് പറയുന്നത് ഫാക്ടർ ഇൻപുട്ട്സ്, അതായത് ക്യാപിറ്റൽ, ലേബർ, റോ മെറ്റീരിയൽസ്, ലാൻഡ്, ടെക്നോളജി ഓർ മാനേജ്മെൻറ്റ് എന്നുള്ളതൊക്കെയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ഫേമിൻ്റെ ടെക്നോളജിയാണ്. ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ കാണിക്കുന്നത് എന്താണ്? ഒരു ഫേം എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ ടെക്നിക്കലി എഫിഷ്യൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സ്റ്റേറ്റ്സ് ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് എനി ഗിവൺ ക്വാണ്ടിറ്റീസ് ഓഫ് വേരിയസ് ഇൻപുട്ട്. അപ്പോൾ ഒരു ഫേമിൻ്റെ അതിന് കയ്യിലുള്ള ഇൻപുട്സ് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലൂടെ കാണിക്കുന്നത്. It states the amount of product that can be obtained from every combination of factors, assuming that the most efficient available methods of production are used. അപ്പോൾ ഒരു ഫേമിന് ഏറ്റവും അവൈലബിൾ ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ കിട്ടുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എത്ര ഔട്ട്പുട്ട് ലെവൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലൂടെ കാണിക്കുന്നത്. The production function can thus measure the marginal productivity of a particular factor of production and determine the cheapest combination of productive factors that can be used to produce a given output. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷന് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് എ പെർട്ടിക്കുലർ ഫാക്ടർ, നമ്മൾ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ അതിൻ്റെയൊക്കെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും നോക്കാൻ പറ്റും. അതൊക്കെ കാണാനും നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. അതേപോലെ തന്നെ ഫേമിന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ, പ്രൊഡക്റ്റീവ് ഫാക്ടേഴ്സിൻ്റെ കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് എത്ര ഔട്ട്പുട്ട് ലെവൽ പ്രൊഡ്യൂസ് ചെയ്യാമെന്നതൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ദ റിലേഷൻഷിപ്പ് ഈസ് നോൺ മോണിറ്ററി, ദാറ്റ് ഈസ് എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റിലേറ്റ്സ് ഫിസിക്കൽ ഇൻപുട്സ് ടു ഫിസിക്കൽ ഔട്ട്പുട്ട്. പ്രൈസസ് ആൻഡ് കോസ്റ്റ് ആർ നോട്ട് കൺസിഡേർഡ്. Production function with many inputs cannot be depicted in a diagram. Therefore, graphically, the production is presented as a curve on two-dimensional graph. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒരുപാട് ഇൻപുട്സിൻ്റെ വേറെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതെല്ലാം ഒരു ഗ്രാഫിൽ അല്ലെങ്കിൽ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ഡെപ്പിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സോ ദ പ്രൊഡക്ഷൻ ഈസ് പ്രസൻറ്റഡ് ആസ് എ കർവ് ഓൺ two-dimensional graph. നമുക്ക് two-dimensional ഗ്രാഫിൽ നമ്മളെങ്ങനെയാണ് പ്രൊഡക്ഷന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ഇവിടെ എക്സ് ആക്സിസിൽ ലേബറും y ആക്സിസിൽ ഔട്ട്പുട്ടും ഉണ്ട്. അതിൽ എക്സ് ഈസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് ലേബർ, അതേപോലെ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഹെൽഡ് കോൺസ്റ്റൻറ്റ്. ഓക്കെ. എന്നിട്ട് ലേബറിൻ്റെ മാറ്റത്തിനനുസരിച്ച് എങ്ങനെയാണ് ഔട്ട്പുട്ടിൽ മാറ്റം വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻ ദ ഫിഗർ ഈച്ച് കർവ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ Q ആൻഡ് L ഫോർ ഗിവൺ K. ആസ് ലേബർ ഇൻക്രീസസ് സിറ്റീരിയസ് പാരബസ് ഔട്ട്പുട്ട് ഇൻക്രീസസ്. ലേബർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കർവിലൂടെ തന്നെ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ഇനി ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ലേബർ ഇൻക്രീസ് ചെയ്ത് ഓരോ കോമ്പിനേഷനിൽ ലേബറും ക്യാപിറ്റൽ ഉണ്ട്. ക്യാപിറ്റൽ എന്താണ്? ഗിവൺ ആണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ലേബർ മാത്രം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അതാണ്. അപ്പോൾ
ഈ കർവ് തന്നെ ഇങ്ങനെ മൂവ് ചെയ്യായിരിക്കും. ഇനി ഈ കർവൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കർവ് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ദ സ്ലോപ്പ് ഓഫ് ദി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഗീവ് ദി മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. So there are several ways of specifying this function. One is an additive production function. അതാണ് q is equal to a plus bx1 plus cx2 plus dx3 എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. എ ബി സി ഡി എന്ന് പറയുന്ന പാരാമീറ്റേഴ്സ് ആണ് that are to be determined empirically. Another is a Coulter-Glass production function. അത് മൾട്ടിപ്ലിക്കേറ്റീവ് മോഡലാണ്. അപ്പോൾ q is equal to ak raised to alpha l raised to beta. Other forms include the constant elasticity of substitution production function CES, which is generalized form of the Coulter-Glass function, and the contracted production function, which is a specific type of additive function. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫംഗ്ഷൻ നമുക്ക് അഡിറ്റീവ് മോഡൽ അതേപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് മോഡലൊക്കെ പറയാൻ പറ്റും. അഡിറ്റീവ് മോഡൽ കണ്ടു, മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ കോപ്റ്റർ-ഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനും. കോപ്റ്റർ-ഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഒരു ജനറലൈസ്ഡ് ഫോമാണ് കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് ഫംഗ്ഷൻ. ഇപ്പോൾ കോസ്റ്റ് ഫംഗ്ഷനിൽ പറയുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷനും അതേപോലെ ഇൻപുട്ടിൻ്റെ പ്രൈസസുമാണ് ഒരു കമ്മോഡിറ്റീൻ്റെ കോസ്റ്റിനെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിന്നാണെന്ന് പറയാം. ഇപ്പോൾ കോസ്റ്റ് ഫംഗ്ഷൻ എന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, എന്താ പറയുന്നത്, ഇറ്റ് ഡിസ്ക്രൈബ് ദ ടെക്നിക്കലി എഫിഷ്യൻറ്റ് മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ടെക്നിക്കലി പോസിബിൾ ആയിട്ടുള്ള, ടെക്നിക്കലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് പറയും. അതാണ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ കോസ്റ്റ് തിയറി. ദ ഷോർട്ട് റൺ കോസ്റ്റ് ആർ ദി കോസ്റ്റ് ഓവർ എ പീരീഡ് ഡ്യൂറിങ് വിച്ച് സം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഫിക്സഡ്. ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് കോസ്റ്റ് ഓവർ എ പീരീഡ് ഡ്യൂറിങ് വിച്ച് സം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഫിക്സഡ്. ചില ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫിക്സഡ് ആകുമ്പോൾ എന്തായിരിക്കും കോസ്റ്റ് വരുന്നത്, അതാണ് ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ലോങ് റൺ കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ദ കോസ്റ്റ് ഓവർ എ പീരീഡ് ലോങ് ഇനഫ് ടു പെർമിറ്റ് ചേഞ്ചസ് ഇൻ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ മാറ്റം വരുത്തിയാൽ കുറേ കാലത്ത് എന്തായിരിക്കും കോസ്റ്റിൽ വരുന്നത് എന്നുള്ളത് ലോങ് പീരീഡിലുള്ളതാണ് ലോങ് റൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ബോത്ത് ഇൻ ദി ലോങ് റൺ ആൻഡ് ഇൻ ദി ഷോർട്ട് റൺ കോസ്റ്റ് ഇസ് എ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ. ലോങ് റണ്ണിലായാലും ഷോർട്ട് റണ്ണിലായാലും എന്താണ് കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷനാണ്. അതായത് കോസ്റ്റിനെ തീരുമാനിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതാണ് സി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ക്യൂ ടി പി എഫ് കെ എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ സി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ക്യൂ ടി പി എഫ്. സി എന്ന് പറയുന്ന ടോട്ടൽ കോസ്റ്റ് ആണ്, ക്യൂ ഔട്ട്പുട്ട്, ടി ടെക്നോളജി, പി എഫ് പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, കെ ഫിക്സഡ് ഫാക്ടേഴ്സ്. അപ്പോൾ ഗ്രാഫിക്കലി കോസ്റ്റ് ആർ ഷോൺ ഓൺ 2-dimensional diagram by taking C is equal to function of Q keeping all other factors which determine cost as constant. ഇപ്പോൾ നമ്മൾ ഡയഗ്രമാറ്റിക്കലി പ്രസൻറ്റ് ചെയ്യുമ്പോൾ 2-dimensional diagram തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവിടെ C is equal to function of Q എന്ന രൂപത്തിലാണ് പറയാറുള്ളത്. ഔട്ട്പുട്ടിൻ്റെ ഫംഗ്ഷനായിട്ടാണ് കോസ്റ്റിനെ പറയാറുള്ളത്. ബാക്കിയുള്ള ഫാക്ടേഴ്സൊക്കെ കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തും. ഷോർട്ട് റൺ ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഈസ് കംപ്രൈസസ് ഓഫ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ടേക്സ് ദി ഫോം സി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ക്യൂ പ്ലസ് കെ. ഇപ്പോൾ സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫംഗ്ഷൻ ഓഫ് ക്യൂ ആണ്. അതായത് ടി വി സിയും ടി എഫ് സിയും കൂടെ ഉൾപ്പെടുന്നതാണ് ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുന്നത്. Next, in the long run, all factors are variable. Therefore, long run production function has no fixed cost. Long run നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവില്ല, എല്ലാ കോസ്റ്റും വേരിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ സി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ക്യൂ എന്ന് പറയാം. There is various mathematical form which give rise to U-shaped cost curves. Simplest cost function is the cubic polynomial. ഇപ്പോൾ യു ഷേപ്ഡ് കോസ്റ്റ് കർവ്സ് ഉണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്യൂബിക് പോളിനോമിയലാണ്. അതായത് സി ഈസ് ഈക്വൽ B0 പ്ലസ് B1Q മൈനസ് B2Q സ്ക്വയർ പ്ലസ് B3 Q ക്യൂബ്. ഓക്കെ, അതിൽ ടി സി എന്ന് പറയുന്നത് എന്താണ്, ടി എഫ് സിയും ടി വി സിയും കൂടെ ഉൾപ്പെടുന്നതാണ് കേട്ടോ. The cost function measures the minimum cost of producing a given level of output for some fixed factor prices. അപ്പോൾ കോസ്റ്റ് ഫംഗ്ഷൻ എന്താ കാണിക്കുന്നത്, നമുക്ക് മിനിമം കോസ്റ്റിൽ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഏത് ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് കോസ്റ്റ് ഫംഗ്ഷൻ കാണിക്കുന്നത്. ആസ് സച്ച് ഇറ്റ് സംറൈസസ് ഇൻഫർമേഷൻ അബൌട്ട് ദി
technological choices available to the firms. The behavior of the cost function can tell us a lot about the nature of the firm's technology. കോസ്റ്റ് ഫംഗ്ഷനിലൂടെ ഒരു ഫേമിൻ്റെ ടെക്നോളജി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുതന്നെ കോസ്റ്റ് ഫംഗ്ഷൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു ഫേമിൻ്റെ ടെക്നോളജീൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോസ്റ്റ് ഫംഗ്ഷനിൽ ഓർത്ത് വെക്കേണ്ടത്. എന്താണ് കോസ്റ്റ് ഫംഗ്ഷൻ, കോസ്റ്റ് ഷോർട്ട് റൺ കോസ്റ്റ് ഉണ്ട്, ലോങ് റൺ കോസ്റ്റ് ഉണ്ട്, എന്തൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കോസ്റ്റ് ഫംഗ്ഷനും അതേപോലെ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ.